നമ്മുടെ സിഡാൻ മോഡലിന്റെ സെയിലിൽ നിങ്ങൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. അടുത്ത ആഴ്ചയോട് കൂടി ന്യൂ കൊമേഴ്ഷ്യൽസ് എത്തും. സെയിൽ പോലെ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട മറ്റൊരു ഏരിയ നമ്മുടെ സർവീസ് ആണ്. സർവീസിൽ എത്തുന്ന കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. ആറ്റിറ്റ്യൂഡ് ഇസ് an important thing. So, everything clear? Yes, ma'am. Okay, guys, let's get back to work. Hello? Yes? Please hold on. I'll be. Here. Me? You have an urgent call. ആരാ? I don't know. It's an unknown number. ഹലോ. ആൽബിക്ക് എന്ത് തരം കോഫിയാണ് ഇഷ്ടം? ഐറിഷ്, ഇറ്റാലിയൻ? ഞാൻ ബ്ലാക്കിന്റെ ആളാണ്. ഐ ഹാവ് ആൻ ഐഡിയ. ആൽബി, ഓഫീസിലെ കോഫി മേക്കറിന്റെ അടുത്തേക്ക് ഒന്ന് പോകും ആൻഡ് മേക്ക് എ കപ്പ് ഓഫ് കോഫി ഫോർ മീ. ആരാണെന്നോ എന്താണെന്നോ അറിയിക്കാതെ നീ നടത്തുന്ന ഈ കളിയാണോ? ഒരു വാക്കും റിപ്പീറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. യു ഗോട്ട് മീ? One cup of black coffee. With some pepper. ഇനി കുറച്ച് ലൈമാകാം. But half make me full. Coffee ready. ഇനി ഒരു സിപ്പ്. Come on. Enjoy it. Hot and spicy അല്ലേ? Day after tomorrow when we meet, ഇതിലും നല്ലൊരു കോഫി ഞാൻ ഉണ്ടാക്കി തരും. ആ കൂടിക്കാഴ്ചയ്ക്ക് വരുമ്പോൾ ആൽബി എനിക്ക് വേണ്ടി ഒരു സമ്മാനം കൊണ്ടുവരണം. എന്താണെന്നല്ലേ പറയാം. ഇല്ല, ഞാനത് ചെയ്യില്ല. ഐ നെവർ ഡു ദാറ്റ്. ഓക്കേ, ദെൻ ആ ദൃശ്യങ്ങൾ ഇനി നിനക്ക് യൂട്യൂബിൽ കാണാം. നാളെ ലോകം സെർച്ച് ചെയ്യുന്ന സ്കാൻഡൽ വീഡിയോസിന്റെ ലിസ്റ്റിൽ നീയും ഉണ്ടാവും. പിന്നെ കുടുങ്ങുന്നത് നീ മാത്രമാകില്ല. ആൻ, അവളുടെ പാസ്പോർട്ട് ആ സ്പോട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ഇതിൽ ആനും ഇൻവോൾവ് ആവും. നാളത്തെ കുർബാനയ്ക്കുള്ള 2 മെഴുകുതിരികൾ അവൾക്കുള്ളതാണ്. ഇതാണ് ടെക്നോളജി അഡ്വാൻസ് ആയതിന്റെ ഗുണം. പ്രസിഡന്റ് ബറാക് ഒബാമ പോലും മുട്ടടിച്ചു പോകുന്നത് 2000 രൂപ മാത്രം വില വരുന്ന ഈ ഒളി ക്യാമറയ്ക്ക് മുന്നില. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. യുവർ ക്ലോക്ക് ടിക്സ് നൗ. ഓക്കേ, ഓക്കേ. I'll do it. I'll do it. ഡ്യൂട്ടിയൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നില്ലേ? വരണം. ഇരിക്കടാ. എന്താണ് അണ്ണന്റെ സന്നിധാനത്തിലേക്കുള്ള ആഗമനോദ്ദേശം? ഇങ്ങനെ പോയാൽ ഈ സ്റ്റേഷൻ വൈകാതെ തന്നെ ഒരു ലേബർ റൂം ആകും. പുറത്തു പോകുന്ന ലേഡി കോൺസ്റ്റബിൾസിനെ കണ്ടല്ലോ. നിന്റെ സ്റ്റേഷൻ എന്താ ലേഡീസ് ഒള്ളിയാ? അളിയാ, അതൊരു സൈക്കോളജിയാ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവുകയല്ല. സൈക്കോളജി ഒടുവിൽ ഗൈനക്കോളജി ആവരുത്. ആ പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എനിക്കൊരു പ്രൊമോഷൻ എത്തും. അത് കലക്കി. ഈ സന്തോഷത്തിന് ദയവ് ചെയ്ത് നമ്മൾ കുടിക്കരുത്. പിന്നെ എടാ, നമ്മൾ കുളിക്കണം, കേട്ടിട്ടില്ലേ? മദ്യസ്നാനം. പക്ഷേ എല്ലാം നിന്റെ വീട്ടില്, ആൻ വീട്ടിലുണ്ട്. അതാ കഷ്ടം. ആ, ജയനെ വസുനെ ഞാൻ വിളിച്ച് പറയാം. അപ്പോ വൈകിട്ട് മദ്യസ്നാനം. ഓക്കെ ഓക്കെ, ഡൺ ഡൺ. ഓക്കെ, ശരിടാ. KPCയുടെ യുവജന
നേതാവ് എന്ന നിലയിൽ മദ്യനിരോധനത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ രാജ്യം നേരിടുന്ന മഹാവിപത്താണ് മദ്യം. സമ്പൂർണ്ണ മദ്യനിരോധനം അതാണ് എന്റെ ലക്ഷ്യം. സത്യത്തിൽ ഈ മദ്യം എന്ന് പറയുന്ന ലഹരി നമ്മുടെ പുതിയ തലമുറയെ അക്ഷരാർത്ഥത്തിൽ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. മദ്യത്തിനെതിരെ KPC നടത്താൻ പോകുന്ന സമ്പൂർണ്ണ മദ്യനിരോധന പ്രക്ഷോഭമാണ് വരുന്ന ആളുകളിൽ ഇവിടെ നടക്കാൻ പോകുന്നത്. താങ്ക് യു ജയശങ്കർ. KPCയുടെ ഓഫീസിൽ നിന്നും ക്യാമറാമാൻ ബിനുരാജിനോടൊപ്പം നീക്കുക. ഓ, ഒരു വികാരമില്ലാത്ത ഈ മുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ നീ ആരാടാ? നമ്മുടെ പ്രധാനമന്ത്രിയോ? അതല്ലളിയ, 2 എണ്ണം വിട്ടതേ ഉള്ളൂ. മലദ്വാരം മുതൽ തലമണ്ട വരെ കത്തിപ്പോയി. ആൽബി ഒരെണ്ണം കൂടെ ഒഴിച്ചേ. സാധനം ക്യൂബയാ, ക്യൂബ. എടാ, തൃക്കാക്കര അപ്പന്റെ നടേന്ന് ത്രിമധുരവും കഴിച്ച് തിരുനെറ്റിയിൽ ചന്ദനവും തൊട്ട് പരിശുദ്ധമായ ബിവറേജിന്റെ മുന്നിൽ ക്യൂ നിന്ന് മദ്യവും വാങ്ങി കഴിച്ച് എന്നിട്ട് വാളും വെച്ച് അതിൽ ഈ അക്ഷരമാല എഴുതി കളിക്കുന്നതിന്റെ സുഖം മോനെ റോയി, നിന്റെ ഈ 4 ലിക്കർ കളക്ഷനിലെ മദ്യം കഴിച്ചാൽ അത് കിട്ടില്ലടാ. ഈ ക്യൂബ കൊള്ളാം. 2 അടിച്ചപ്പോ നീറി, 6 അടിച്ചപ്പോ മാറി. ബ്രദേഴ്സ്, യൂറിൻ പാസ് ചെയ്ത് യൂറിൻ പോവാനല്ലേ, ഫോറിനിൽ പോവാനൊന്നല്ലോ. ഫ്ലോറിൽ പോകാതിരുന്നാ മതിയായിരുന്നു. അളിയ, എനിക്കൊരു സംശയം. ഇത് തലവേദനയ്ക്കുള്ള ഗുളി തന്നെയല്ലേ? ഇത് കഴിച്ചാ വയറ്റിലോട്ടല്ലേ പോകുന്നത്? പിന്നെ എങ്ങനെയാ അളിയ തലവേദന മാറുന്നത്? നീ അത് പൊട്ടിച്ച് തല്ല തെച്ചോടാ. സമയം കിട്ടുമ്പോ നാളെ പാർട്ടിയുടെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട്. ഡൽഹി നാക്കനും പോലും വരുന്നുണ്ട്. നമ്മുടെ രാജ്യം കുറച്ചെങ്കിലും മിച്ചം വെച്ചേക്കണേ. ശ്രമിക്കാം. അപ്പൊ ശിവരാത്രി ഞാൻ ഉറങ്ങുന്നു. നീ വരുന്നില്ലേ? ഇല്ല, പോയിക്കോ. അയ്യോ, പുഴ നീന്തി ഇന്ന് ഞാനും റോയി അളിയനൂടെ കിടക്ക പങ്കിടാൻ തീരുമാനിച്ചു. അത് പക്ഷേ അവനാണെങ്കിൽ അവിവാഹിതൻ. അവൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്, പോരാത്തതിന് വെള്ളം. അവന്റെ കൂടെ തന്നെ ഇന്ന് തന്നെ കിടക്കണം. പിന്നെ ഛർദിക്കുക പിടിക്കുകയൊക്കെ ചെയ്താൽ നമ്മളെ പറയായിരുന്നാ മതിയേ. ഗുഡ് നൈറ്റ് അല്ലേ? വേണ്ടായിരുന്നേ. അയ്യോ, ഇനി ഞാൻ ഡ്രോപ്പ് ചെയ്യാടാ. വേണ്ടടാ, ഞാൻ സ്കൂട്ടറിലായിരുന്നു. എന്നപ്പോ അതൊക്കെ സൂക്ഷിച്ചിറങ്ങ്.